തെരഞ്ഞെടുപ്പിന് അതായത് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താനായിട്ട് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു ആരോപണം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ആരോപണമൊന്നുമില്ല. അതായത് നന്ദകുമാർ പ്രവർത്തിച്ച ചില ചെയ്തികൾ പിണറായി വിജയൻ അറിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട സമയത്ത് പിണറായി വിജയനെ കൂടി സഹായിക്കാനും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് ബോധ്യം വന്ന സമയത്ത് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തെ ഇല്ലായ്മ ചെയ്യാനും സാധിക്കുമോ എന്നതിൻ്റെ ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഈ നന്ദകുമാറിനെ ഇവിടെ ഇറക്കിയിട്ടുള്ളത്. അത് നമുക്കൊന്നും ഒരു വിഷയമേ അല്ല. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിനകത്ത് അവർ കുറിക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ഇവിടെ നിന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ പോകണം. അങ്ങനെ പോയാൽ ആലപ്പുഴയുടെ കയർ തൊഴിലാളികളാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും എല്ലാ മേഖലയ്ക്കും ഗുണമുണ്ടാകുമെന്നുള്ളത് ഇന്നലെ തന്നെ ആരാധനായിട്ടുള്ള അമിത്ഷാജി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമായി കരിമണൽ കർത്തയുടെ മൈനിങ്ങിനെ കുറിച്ച് വരെ സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം അത് പ്രസംഗിച്ചിട്ടുള്ളതെങ്കിൽ ഇവരെയൊന്നും വെറുതെ വിടില്ല കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള കൃത്യമായിട്ടുള്ള ചൂണ്ടുവിരൽ തന്നെയാണ് അദ്ദേഹം ഇവിടുത്തെ അഴിമതിക്കാർക്കെതിരെ നടത്തിയിട്ടുള്ളത്. കരിവന്നൂരിലെ പണം തട്ടിപ്പിനെ കുറിച്ചും കരിമണലിനെ കുറിച്ചും അമിത്ഷാജി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് തന്നെ ഇവരെയൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി ശോഭ കൂടി ഡൽഹിയിലേക്ക് പോയാലോ? ശോഭ ജയിച്ച് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അഴിമതിക്കാരായ കൂട്ടുകച്ചവടക്കാരുടെ ഒരു മുന്നണി അത് തീർച്ചയായിട്ടും തകരും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെ കുറച്ച് മണിക്കൂറെങ്കിലും അകത്തിരുത്താൻ സാധിക്കുമോ എന്നുള്ള റിസർച്ച് നോക്കിയാണ്. ഇതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. കാരണം എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ വേദനയുണ്ടാവും. ഒരു സ്ത്രീ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവർക്ക് എന്താകും എന്നുള്ളൊരു ടെൻഷൻ ഒരുപക്ഷെ എൻ്റെ കൂടെയുള്ളവർക്ക് സങ്കടമുണ്ടാകും. അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രവർത്തകരോട്. ഞാൻ ഇന്നലെ തന്നെ അമിത്ഷാജി വന്ന വേദിയിൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. ഇതൊരു ചതുഷ്കോണ മത്സരമാണ്. ഇവിടെ 3 വിക്കറ്റ് നമുക്ക് എടുക്കണം. 1 UDF, 2 LDF, 3 ചില മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ കാലാകാലമായി ഭാരതീയ ജനതാ പാർട്ടി ജയത്തിൻ്റെ വക്കിലേക്ക് വരുമ്പോൾ ഞാനും എൻ്റെ സഹപ്രവർത്തകരും 7 പേർ 2ാം സ്ഥാനത്ത് വന്ന സമയത്തും ഇതേ പ്രവർത്തനം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ചില വിരലിലെണ്ണാവുന്ന മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനും പോരാട്ടം നടത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അയാൾ പറഞ്ഞത് ശ്രീമാൻ സുരേന്ദ്രനും അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ BL സന്തോഷിക്കും എതിരായിട്ട്, ശ്രീമാൻ ജാവേദ് ഖർജിക്കും എതിരായിട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് മാധ്യമങ്ങളിലൂടെ മറുപടി കൊടുത്തത് ഞങ്ങളുടെയൊക്കെ രക്തം എന്ന് പറയുന്നത് ഒന്നാണ്. കാരണം ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിനകത്ത് വന്നത്? ഒരു MLA ആകുമെന്നോ MP ആകുമെന്നോ ബോധ്യം ഹൃദയത്തിൽ ഉണ്ടായിട്ടല്ലല്ലോ ചെറിയ പ്രായം മുതൽ ഈ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുകയും ഇതിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് തീവ്രവാദി ആക്രമിച്ചാലും ചതുഷ്കോണ മത്സരത്തിലൂടെ ഏതെങ്കിലും ഒരു മീഡിയ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ആർജവവും എനിക്ക് എൻ്റെ സഹപ്രവർത്തകന്മാരുടെ കഠിന പ്രയത്നം കൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിലുപരി ഞാനൊരു വലിയ ഈശ്വരവിശ്വാസിയാണ്. എനിക്ക് എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്ന എൻ്റെ ഗുരുവായൂരപ്പൻ കരുതലും തണലുമായിട്ട് എന്നോടൊപ്പമുണ്ട്. കൂടാതെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പോലും കാണുന്നതല്ലേ, ഓരോ ദിവസവും എന്നെ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ. കൊട്ടിക്കലാശം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകൾ വന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അരികിലേക്ക് വരുന്നതും. കാരണം എന്നെ അവർക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടി, അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ഈ പൊതുസമൂഹത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി കൂടി നിലകൊള്ളുന്ന ഒരാളാണ്. എൻ്റെ ഈ വികസന രേഖ എന്ന് പറയുന്നത്, ഈ വികസന രേഖ എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചാൽ 50,000 കോടി രൂപയോളം, ഏതാണ്ട് 45,000-നും 50,000-നും ഇടയിലുള്ള കോടി തുക ഇവിടെ ഈ ആലപ്പുഴ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് 5 കൊല്ലം കൊണ്ട്. അത് അമേത്തിയിൽ സ്മൃതി ഇറാനി ചെയ്തതുപോലെ അവിടെ 85,000 കോടി രൂപയാണ് സ്മൃതി ഇറാനി ചെലവഴിച്ചത്. അതുപോലെ 5 വർഷം കൊണ്ട് ഇങ്ങനെ ശോഭയ്ക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചാൽ ആലപ്പുഴയുടെ മുഖച്ഛായ മാറും. കൂടാതെ കേരളത്തിൽ നിന്ന് അമ്മമാരുടെ പ്രതിനിധിയായി, സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് ഒരു സ്ത്രീ കേന്ദ്രത്തിലേക്ക് പോയാൽ എന്താ കുഴപ്പം? മോദിജി എഴുതിയില്ലേ എൻ്റെ ടീമിൽ ശോഭ കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കത്തെഴുതി. എന്താണ്? ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭയെ വിജയിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ ടീമിനകത്ത് ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്ന അങ്ങേയറ്റം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ശോഭ എൻ്റെ അസറ്റാണ് എന്ന് ഒരു പ്രധാനമന്ത്രിക്ക് എഴുതാൻ സാധിച്ചത് ഞാൻ അഭിമാനത്തോടുകൂടി കാണണ്ടേ? പ്രസ്ഥാനം അഭിമാനത്തോടുകൂടി കാണണ്ടേ? ആലപ്പുഴയിലെ എൻ്റെ സഹപ്രവർത്തകർ, അതേപോലെ തന്നെ അമിത്ഷാജി വന്നു. അമിത്ഷാജി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം കൊടുത്തത്. കയർ മേഖല അപ്പാടെ തകർന്നിരിക്കുന്നു എന്നതിനെ
അതിനെക്കുറിച്ച് ഒരു വേദന നമ്മൾ അറിയിക്കുമ്പോൾ ആ കയർ മേഖലയ്ക്ക് വലിയൊരു പാക്കേജ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വീടുകളിലേക്ക് എത്തുകയല്ലേ ഇത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വലിയ മൂവ്മെൻ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ആളുകൾ BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഷാലറ്റ് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. വലിയൊരു വിജയം ആലപ്പുഴയിലെ ജനങ്ങളാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയല്ല, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആലപ്പുഴയിൽ നിന്ന് വിജയിക്കാതിരിക്കാൻ വേണ്ടി ആസൂത്രിതമായ ഗൂഢാലോചന നടത്തുന്നവരെ പാർശ്വവൽക്കരിച്ചു. അതിന്റെ ഭാഗമാണോ ഇപ്പൊ ഈ ദല്ലാൽ നന്ദകുമാർ ഇത്രയധികം തെളിവുകൾ ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അയാൾ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ മീഡിയസിന് മുന്നിൽ വന്ന് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ടാണോ? അയാൾ കരുതിയിട്ടുണ്ടാകും ശോഭാ സുരേന്ദ്രൻ അയാളുടെ കഥകൾ, അയാൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയില്ല എന്ന് അയാൾ കരുതിയിട്ടുണ്ടാകാം. EP ജയരാജന്റെ പേരടക്കം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇത് പറഞ്ഞില്ല. ഇപ്പോൾ ഇന്നാണ് ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഈ ഒരു പേര് പോലും വെളിപ്പെടുത്തുന്നത്. ഈ 90% ചർച്ച നടത്തിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് BJPയിലേക്ക് വരാതിരുന്നത് EP ജയരാജൻ? അല്ല, അതൊക്കെ സംഭവിക്കാമല്ലോ. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ളത് കേരളത്തിൽ. അപ്പോൾ ആരാണ് സ്വന്തം ജീവനെ വിലവയ്ക്കാതിരിക്കുക? അപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത്. ഇനിയും സമയമുണ്ടല്ലോ. അപ്പോൾ ഈ ഇത്തരത്തിൽ കുടുംബത്തിനെതിരെ, ജയരാജന്റെ കുടുംബത്തിനെതിരെ പോലും ഒരു ഭീഷണി ഉണ്ടായ സാഹചര്യത്തിലായിരിക്കുമല്ലോ അല്ലെ അദ്ദേഹം പിന്മാറി? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല. അതിനുശേഷം ഞാൻ ഒരിക്കൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഈ നന്ദകുമാർ തന്നെ പണം വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്നുള്ള ഒരു തോന്നൽ എന്തായാലും അദ്ദേഹത്തിനും ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ നിന്നുള്ള ഭീഷണികളും പ്രലോഭനങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അതൊന്നും എൻ്റെ വിഷയമല്ല. വരാൻ വേണ്ടി ഒരാൾ തീരുമാനിച്ച് തയ്യാറായി മുന്നോട്ട് വന്നാൽ അത് ഏതാളാണെങ്കിലും അതിന് സംസാരിക്കാൻ പോകാൻ എനിക്ക് അഖിലേന്ത്യാ നേതൃത്വം എന്നോട് നിർദ്ദേശിച്ചാൽ ഞാൻ പോയിരിക്കും. അതുപോലെ തന്നെ ഈ EP ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു, പലരെയും കൊണ്ടുവരാമെന്ന് നന്ദകുമാർ പറഞ്ഞു. അന്ന് അത് കഴിഞ്ഞ് നിങ്ങൾ അന്ന് കണ്ടതിന് ശേഷം പിന്നീട് ഇപ്പൊ ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് നന്ദകുമാറുമായിട്ട് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണങ്ങളുമായിട്ട് ഇയാൾ വരുന്നതിന് അതിന് മുൻപ് നിങ്ങൾ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല? അല്ല, ഈ സംഭവത്തിന് ശേഷം നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണ് എന്ന് കൂടുതൽ നമുക്ക് പരിശോധിക്കാൻ സാധിച്ചു. കാരണം അഖിലേന്ത്യാ തലത്തിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉള്ള ഒരു ക്രെഡിബിലിറ്റി അതാണല്ലോ. നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, ആ തീരുമാനം നടക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് വ്യക്തിപരമായിട്ട് എനിക്ക് കൂടി, കാരണം കൃത്യതയോട് കൂടിയിട്ട് ഞാൻ ചെയ്തില്ല എന്നുള്ള. പക്ഷേ എൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാരൊന്നും ആ രീതിയിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരൊന്നും കാരണം അങ്ങനെ ഒരു സഹോദരിയെ പോലെ, ഇന്നലെ തന്നെ അമിത്ഷാജിയുടെ പ്രസംഗം ശ്രദ്ധിച്ചില്ല, എത്ര തവണയാണ് സഹോദരി. അപ്പോൾ അങ്ങനെ നമ്മളെ കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ പ്രവർത്തനത്തെ അംഗീകരിക്കാനും ഒക്കെ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് നിലനിൽക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അങ്ങനെ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല അപമാനിക്കുന്ന തരത്തിൽ പോലും നന്ദകുമാർ എന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഞാൻ ഇന്ന് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമം DGP പരിപാലിക്കും എന്ന് ഞാൻ ഈ നിമിഷവും വിശ്വസിക്കുക. അതല്ലെങ്കിൽ അടുത്ത നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഈ നന്ദകുമാർ നടത്തിയ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. മാത്രമല്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വിജയ സാധ്യത കൽപ്പിച്ചുകൊണ്ടുള്ള IB റിപ്പോർട്ട്, ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ള IB റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നു. ആരിഫ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതിന്റെ ഭാഗമായി CPM നടത്തുന്ന നാടകമാണ്, അതായത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ ഏറ്റെടുത്ത് ദല്ലാൽ നന്ദകുമാർ നടക്കുന്ന നാടകങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്.